അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷനുകളിലേക്ക് പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമമെന്ന വാദം തള്ളിയിരിക്കുകയാണ് ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ് അസോസിയേഷൻ. AAIB റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കോക്പിറ്റിലെ സംഭാഷണ ശകലത്തെ അടിസ്ഥാനമാക്കിയാണ് പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമം എന്ന വാദം ഉയർന്നത്. ഊഹാപോഹങ്ങൾ ശരിയല്ലെന്നും അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും പൈലറ്റ് അസോസിയേഷൻ പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. നമുക്കൊപ്പം ശ്രീജിത്ത്, ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ, പ്രത്യേകിച്ച് ആ ശബ്ദ ശകലങ്ങൾ അടങ്ങിയ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പൈലറ്റ് അസോസിയേഷൻ സ്വീകരിച്ചൊരു നിലപാട് ഇതുതന്നെയായിരുന്നു. എങ്ങനെയാണ് ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത്, ഈ വാർത്തകൾ, ഈ വിവരങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ആ സമയവും പൈലറ്റ് അസോസിയേഷൻ പറഞ്ഞത്. ഇപ്പോൾ എന്താണ് അവരുടെ പുതിയ നിലപാട്? നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇന്നലെ ഇതേ സമയം തന്നെയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തത്. അതായത് ഈ ഒരു പൈലറ്റ് ചോദിക്കുന്നു ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത്. സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് പറഞ്ഞാൽ റൺ ഓഫിൽ നിന്നും കട്ട് ഓഫ് മോഡിലേക്ക് സ്വിച്ച് മാറ്റിയത് ആരാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല എന്ന് മറ്റേ പൈലറ്റ്, മറുവശത്തിരുന്ന പൈലറ്റ് പറയുകയും ചെയ്യുന്നു. ഈ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ ആരാണ് ഇത് പറഞ്ഞത് എന്ന കാര്യത്തിൽ റിപ്പോർട്ടിൽ വ്യക്തതയില്ല. അത് ഇന്നലെ അട്ടിമറിവാദം തള്ളുമ്പോൾ തന്നെയും പൈലറ്റുമാരിലേക്ക് വിരൽ ചൂണ്ടാൻ പരമാവധി റിപ്പോർട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ മറ്റ് വിശദാംശങ്ങളെല്ലാം സാങ്കേതികമായോ അല്ലെങ്കിൽ പക്ഷി ഇടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും വിമാനത്തിലില്ല എന്ന് പറയുമ്പോഴും പൈലറ്റുമാരിലേക്ക് മാത്രമാണ് പരോക്ഷമായി ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത്? അതായത് വിമാനത്തിൻ്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനം പ്രവഹിക്കേണ്ട ഫ്യൂവൽ എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്തത് ആരാണ് എന്ന ചോദ്യമാണ് അവർ തമ്മിൽ ചോദിക്കുകയും കോക്പിറ്റിനകത്താണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുകയും ചെയ്തത് എന്നുള്ളത് റിപ്പോർട്ടിൽ വ്യക്തമാണ്. പക്ഷേ റിപ്പോർട്ട് പറയുമ്പോഴും ഇത് ആർക്ക് തമ്മിലുള്ള സംഭാഷണമാണ് എന്ന് പേരെടുത്ത് പറയാതെയായിരുന്നു റിപ്പോർട്ട്. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇതൊരു ആത്മഹത്യാ ശ്രമമാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പൈലറ്റ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ വലിയ രൂപത്തിൽ വിമർശനവുമായി വരുന്നത്. പൈലറ്റുമാർ തമ്മിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അത് തമ്മിൽ പറഞ്ഞതിൽ പേരെടുത്ത് പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു സൂചിപ്പിക്കേണ്ടത്. ഇത്തരം ഊഹാപോഹങ്ങൾ ശരിയല്ല. ഇത്തരം ഊഹാപോഹങ്ങൾ ആത്മഹത്യാവാദം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ റിപ്പോർട്ട് കൊണ്ടിപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം പൈലറ്റുമാരുടെ ആത്മഹത്യാ ശ്രമമാണെന്നുള്ള വാദം മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങളിലേക്കുറിച്ചോ ഒരുപാട് ഈ രംഗത്തെ, വ്യോമയാന രംഗത്തെ വിദഗ്ധരൊക്കെ സംസാരിച്ചാണ്, പ്രത്യേകിച്ച് ന്യൂസ് മലയാളത്തോട് അടക്കം സംസാരിച്ചതാണ്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യം, ഇതിപ്പോൾ ഈ രണ്ട് പൈലറ്റുമാർക്കും, ഒരാൾക്ക് 8200 മണിക്കൂറിലേറെ വിമാനം പറത്തി പരിചയമുള്ള പൈലറ്റാണ്, സഹ പൈലറ്റിനും 1100 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ള ഒരാളാണ്. രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആണ്. രണ്ടുപേരെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളതും. പക്ഷേ എങ്കിൽ പോലും, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിൽ മറ്റൊരു മെക്കാനിസം തകരാറ് ഇല്ല, അല്ലെങ്കിൽ അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരെങ്കിലും മാനുവലി ചെയ്യാതെ ഈ ഒരു സംഭവം ഉണ്ടാകത്തില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരൊക്കെ നമ്മളോട് സംസാരിച്ചത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അത് ആരെങ്കിലും മാറ്റം വരില്ല. അത് റൺ ഓഫ് മോഡിൽ നിന്നും സ്വിച്ച് ഓഫ് മോഡിലേക്ക് ഈ 30-32 സെക്കൻഡുകൾക്കുള്ളിൽ മാറില്ല എന്നത് വ്യക്തമാണ്. അക്കാര്യം എല്ലാവരും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൈലറ്റ് അസോസിയേഷൻ പറയുന്നത് നിങ്ങൾ റിപ്പോർട്ടിൽ ഇങ്ങനെ അവ്യക്തമായി പരോക്ഷമായി പൈലറ്റുമാരെ മാത്രം പരോക്ഷമായി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ട് നിങ്ങൾക്ക് അന്തിമമായി വരുന്നവരെ സൂക്ഷിക്കാമായിരുന്നു. ഇതിപ്പോൾ പൈലറ്റുമാരെ ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ട് പോലെ ആയിപ്പോയി. പൈലറ്റുമാരുടെ ആത്മഹത്യാ ശ്രമമാണ്, അല്ലെങ്കിൽ ഏതോ ഒരു പൈലറ്റിൻ്റെ ആത്മഹത്യാ ശ്രമമാണ് ഇതിന് കാരണമായി വരുന്നത് എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് ഇപ്പോൾ പൈലറ്റ് അസോസിയേഷൻ പറയുന്നത്. ആ റിപ്പോർട്ടിൻ്റെ ഒരു അവ്യക്തതയാണ് പൈലറ്റ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. പൈലറ്റുമാരെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുപട്ടികയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് ഈ കുഴപ്പം സംഭവിച്ചത് എന്ന് ഇപ്പോൾ പറയരുതായിരുന്നു. ഇത് അന്തിമ റിപ്പോർട്ടല്ല, പ്രാഥമിക റിപ്പോർട്ടാണെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോഴും ആ പ്രാഥമിക റിപ്പോർട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി ആകരുത്, അല്ലെങ്കിൽ അത് പൈലറ്റുമാരുടെ മൊത്തം മാനസികാവസ്ഥയെ ഇല്ലാതാക്കുന്നതാകരുത്. അതിനോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ അസോസിയേഷൻ പറയുന്നുണ്ട്. പൈലറ്റുമാർ മാനസികവും പ്രൊഫഷണലുമായ പരിശോധനയ്ക്ക് വിധേയരാകുന്നതാണ്. അതായത് ഈ ഓരോ യാത്രയ്ക്ക് മുമ്പും അവരെ മാനസികമായും അവരുടെ തൊഴിൽപരമായും ഒക്കെയുള്ള പരിശോധനയ്ക്ക് വിധേയമായി വർഷങ്ങൾ നീണ്ട പരിശീലന പറക്കൽ നടത്തി. ഇപ്പോൾ നമുക്കറിയാം, ഈ പൈലറ്റ് തന്നെ ഏതാണ്ട് 1800 മണിക്കൂറും, അല്ലെങ്കിൽ മറ്റേ 3800 മണിക്കൂറും ഒക്കെ പറത്തി പരിശീലനമുള്ള ആളുകളാണ്. അവർ ആകാശത്ത് അങ്ങനെ ഒരു അത്യാഹിതത്തിന് മുതിരില്ല. സുരക്ഷയും ഉത്തരവാദിത്വവും മാനസികക്ഷമതയും ഇക്കാര്യത്തിൽ പൈലറ്റുമാർ മുന്നിലാണ്. അവരുടെ പരിശീലനം അങ്ങനെയാണ്. അങ്ങനെ പരിശീലനം നടത്തി വിജയിച്ച പൈലറ്റുമാരാണ് ഈ പരീക്ഷണ പറക്കൽ അല്ലെങ്കിൽ ഈ വിമാനങ്ങൾ പറത്തുന്നത്.
അങ്ങനെ പരീക്ഷിച്ച പൈലറ്റുമാർ ഒരിക്കലും ഇങ്ങനെ ആകാശത്ത് വെച്ച് ഇത്രയും യാത്രക്കാരുമായി ഒരു ആത്മഹത്യാ ശ്രമത്തിന് മുതിരില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജോലിക്കിടെ പൈലറ്റ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് തൊഴിലിനോടും അവരുടെ അന്തസ്സിനോടുമുള്ള അവഹേളനം കൂടിയാണ്. അങ്ങനെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് പൈലറ്റുമാരുടെ മുഴുവൻ തൊഴിലിനോടും പൈലറ്റുമാരുടെ മുഴുവൻ അന്തസ്സിനോടുമുള്ള അവഹേളനമായി കാണേണ്ടി വരും എന്നുകൂടി പറയുന്നുണ്ട്. ഒപ്പം എയർ ഇന്ത്യ വിമാനത്തിലെ പൈലറ്റുമാർ ഇപ്പോൾ ഈ അപകടം നടന്ന വിമാനത്തിലെ പൈലറ്റുമാർ ഈ അപകടം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ഓണായിട്ടുള്ള ഒരു എഞ്ചിൻ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വിമാനം ഉയർത്തിയെടുക്കാൻ ഒരു പൈലറ്റുമാർ രണ്ടുപേരും ചേർന്ന് ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൈലറ്റുമാരിലേക്ക് ഇത് കുറ്റം ചാർത്തപ്പെടാൻ കഴിയുക എന്ന ചോദ്യമാണ് അസോസിയേഷൻ ചോദിക്കുന്നത്. അസോസിയേഷൻ ഈ റിപ്പോർട്ട് പ്രകാരം മുഴുവൻ പൈലറ്റുമാരുടെയും മാനസികാവസ്ഥയെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് ഈ ഒരു റിപ്പോർട്ട് പോകരുത് എന്നാണ് അസോസിയേഷൻ പറഞ്ഞു വെക്കുന്നത്. 2 പൈലറ്റുമാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവർ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പൈലറ്റുമാരുടെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ അവരുടെ കൈകടത്തലോ ഇല്ലാതെ റൺ ഓഫ് മോഡിൽ നിന്നും കട്ട് ഓഫ് മോഡിലേക്ക് ഫ്യൂവൽ സ്വിച്ച് എഞ്ചിൻ മാറില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഈ രംഗത്തെ വിദഗ്ധരെല്ലാവരും പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും പൈലറ്റുമാരുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് റിപ്പോർട്ട് പോകരുതായിരുന്നു എന്നാണ് പൈലറ്റ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. സേതു, ശരി ശ്രീത്ത്, ഈ പറഞ്ഞാൽ കറക്റ്റാണ്. ഇപ്പോൾ ഈ ഇന്നലെ വന്ന AIB റിപ്പോർട്ട് അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമുക്കറിയാലോ, നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഒരു വലിയൊരു അപകടമുണ്ടായി നമ്മുടെ രാജ്യത്ത് സമീപകാലത്ത് വെച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു അപകടമാണ്. അപ്പോൾ ആ ഒരു അപകടം ഉണ്ടായത് എന്തുകൊണ്ട്, ഇത് അപകട കാരണം എന്ത് എന്നായിരുന്നു തുടക്കം മുതൽ തന്നെയുള്ള ഒരു ചർച്ച. എന്തുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇതിൽ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ റിപ്പോർട്ടിൽ നമുക്കറിയാവുന്ന പോലെ ഇന്നലെയൊക്കെ നമ്മളത് വളരെ വിശദമായി രാവിലെ 6:30 മണി മുതൽ തന്നെ അല്ലെങ്കിൽ 6 മണി മുതൽ തന്നെ നമ്മൾ ഇന്നലെ രാത്രി തീരുമാനം അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം. അതിൽ നിഗൂഢതകൾ ഒരുപാടുണ്ട്. ഇനിയും മറന്നീങ്ങി പുറത്തു വരാൻ യഥാർത്ഥ അപകട കാരണം എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചേ പറയാൻ പറ്റുള്ളൂ. ആധികാരികമായ എന്താണ് പ്രശ്നമെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇനി അതിൽ ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. പൈലറ്റ് അസോസിയേഷന്റെ നിലവിലെ നിലപാട് എന്താണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണൻ, നാഷണൽ ഡെസ്കിൽ നിന്ന്.